മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഇന്ന് പുതു ഞായറാഴ്ചയാണ്. സഭ ഇന്ന് പ്രത്യേകമായിട്ട് കരുണയുടെ ഞായറാഴ്ചയായിട്ട്, ദൈവത്തിൻ്റെ കരുണയുടെ ഞായറാഴ്ചയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ സിസ്റ്റർ ഫൗസ്റ്റീന, വാക്കിൻ്റെ അർത്ഥം ഭാഗ്യവതി എന്നാണ്. അവൾ ദൈവകരുണയുടെ പ്രവാചികയാണ്, കരുണയുടെ പ്രേക്ഷിതയാണ്. ദൈവവും മനുഷ്യാത്മാവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഉന്നതതലമായ സായുജ്യ അവസ്ഥ പ്രാപിച്ച മിസ്റ്റിക് ജീവിച്ചത് വെറും 33 വർഷം മാത്രം. 20-ാം നൂറ്റാണ്ടിലെ പ്രമുഖ പ്രേക്ഷിത ജോൺ പോൾ മാർപ്പാപ്പ തിരുമനസ് കൊണ്ട് അവളെ വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്. അവളുടെ ജീവിതകാലത്ത് സന്യാസ ആശ്രമത്തിൽ അവൾ ചെയ്തിരുന്നത് അടുക്കളപ്പണിയും തോട്ടപ്പണിയും കവാടം സൂക്ഷിപ്പും അതിഥി സ്വീകരണവും ഒക്കെ മാത്രമായിരുന്നു. സാധാരണ ലാളിത്യത്തിൻ്റെ ജോലികൾ ചെയ്താണ് അവൾ മുൻപോട്ട് പോയത്. കരുണയുടെ ഭക്തി അവൾ പ്രചരിപ്പിച്ചിരുന്നു. ദൈവം അവൾക്ക് നൽകിയ വലിയ അനുഗ്രഹത്തിൻ്റെ, ദൈവം അവൾക്ക് നൽകിയ വലിയ ദർശനത്തിൻ്റെ ഭാഗമാണത്. 2000 ആണ്ട് ഏപ്രിൽ മാസം 30-ാം തീയതി ജോൺ പോൾ മാർപ്പാപ്പ അവളൊരു വിശുദ്ധിയായിട്ട് പ്രഖ്യാപിച്ചു. അവൾക്ക് കിട്ടിയ ഒരു ദർശനമാണ് ദൈവകരുണയുടെ മനോഹരമായ ചിത്രം. 2 രശ്മികൾ, രക്തവും വെള്ളവും, ചുമപ്പും വെള്ളയും. ഞാൻ സ്നേഹത്തിൻ്റെയും കരുണയുടെയും മൂർത്തിയാണ് ലോകത്തോട് എന്ന് പറയുക എന്ന് ദൈവം അവളോട് ആവശ്യപ്പെട്ടു. അവൾ ജനിച്ചത് 1905 ഓഗസ്റ്റ് മാസം 25-ാം തീയതിയാണ്. ഓഗസ്റ്റ് 27-ാം തീയതി ജ്ഞാനസ്നാനം സ്വീകരിച്ചു. 1914 ദിവ്യകാരുണ്യം സ്വീകരിച്ചു. 1917 പ്രാഥമിക വിദ്യാഭ്യാസം ആരംഭിച്ചു. 1921 സ്ഥൈര്യലേപനം സ്വീകരിച്ചു. 1925 ഓഗസ്റ്റ് മാസം 1-ാം തീയതി മഠത്തിൽ പ്രവേശിച്ചു, കാരുണ്യ മാതാവിൻ്റെ മഠത്തിൽ. 1928 പ്രഥമ വ്രതവാഗ്ദാനം നടത്തി. കരുണയുടെ ചിത്രം വരയ്ക്കുവാനായിട്ട് ദൈവം ആവശ്യപ്പെട്ടത് 1931 ഫെബ്രുവരി മാസത്തിലാണ്. 1933 മെയ് മാസം 1-ാം തീയതി നിത്യവ്രതവാഗ്ദാനം നടത്തി. പാപികൾക്ക് വേണ്ടി ബലിവസ്തുവായി സ്വയം അർപ്പിക്കുന്നു. അവൾ തന്നെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ചു. 1934 ജൂണിൽ കരുണയുടെ ചിത്രം പൂർത്തിയായി. അവൾ ഡയറി കുറിപ്പുകൾ എഴുതുവാൻ ആരംഭിക്കുന്നത് 1934 ജൂലൈ മാസത്തിലാണ്. 34 ഓഗസ്റ്റ് 12-ാം തീയതി അവൾ അസുഖബാധിതയായി. അവൾ ആദ്യമായി സ്വന്തം ഭവനം സന്ദർശിച്ചത് 1935 ഫെബ്രുവരി 15-ാം തീയതിയാണ്. 1935 ജൂൺ മാസത്തോടെ ഡയറി എഴുത്ത് അവസാനിപ്പിച്ചു. 1938 ഒക്ടോബർ മാസം 5-ാം തീയതി അവൾ ദൈവസന്നിധാനത്തിലേക്ക് ചേർക്കപ്പെട്ടു. 65 ദൈവദാസി പദത്തിലേക്കും 1993 വാഴ്ത്തപ്പെട്ടുള്ളതായിട്ടും അവൾ ഉയർത്തപ്പെട്ടു. 2000 വിശുദ്ധിയായി പ്രഖ്യാപിക്കപ്പെട്ടു. അവളുടെ ഡയറിക്കകത്ത് വളരെ കൃത്യമായി എഴുതിയിരുന്നത് ദൈവത്തിൻ്റെ വലിയ കരുണയെക്കുറിച്ചാണ്. മനുഷ്യൻ എത്ര വലിയ പാപിയാണെങ്കിലും ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചാൽ ഒരു വലിയ വിശുദ്ധനായി തീരുവാൻ സാധിക്കും എന്നവൾ ലോകത്തെ പഠിപ്പിച്ചു. വൈദികർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥന അവൾ നൽകിയിരുന്നു. അവർക്കുള്ള വൈദികർക്കുള്ള പ്രത്യേക ഉപദേശവും ദീർഘമായ ഉപദേശങ്ങൾ ദിവസേന അവൾ നൽകിയിരുന്നു. പ്രിയ സഹോദരങ്ങളെ, കരുണയുടെ ദിവസത്തിൽ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കുവാനായിട്ട് പരിശ്രമിക്കാം. ഇന്ന് ഉയർപ്പ് കഴിഞ്ഞുള്ള ആദ്യത്തെ ഞായറാഴ്ചയാണ്. നമ്മുടെ വിശ്വാസത്തിന് പിതാവായ മാർത്തോമാ ശ്ലീഹായെ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുന്ന ദിവസമാണിന്ന്. നമ്മുടെ ചിന്തയ്ക്ക് സഭ നമുക്ക് നൽകിയിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങളാണ്. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദന്മാരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു തമ്പുരാൻ വന്നവരുടെ മധ്യയിൽ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവരുടെ കൈകളും പാർശ്വങ്ങളും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു തമ്പുരാൻ വീണ്ടും പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവൻ അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു,
നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെടും, ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. 12 പേരിൽ ഒരുവനും ദിദിമസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായി തോമസ് യേശുദമ്പരൻ വന്നപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റ് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ നമ്മുടെ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരൽ ഇടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോട് കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശുദമ്പരൻ അവരുടെ മധ്യത്തിൽ നിന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശുദമ്പുരാൻ അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. വിശുകാൽ ഏറ്റവും പ്രിയമുള്ളവരെ, നാം ഇന്ന് പ്രത്യേകമായിട്ടും നമ്മുടെ പുണ്യപിതാവായ മാർ തോമസ് ശ്ലീഹായെ ഓർക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ ഓടി വരുന്നത് ഒരു ഡൗട്ടിങ് തോമസിനെയാണ്, സംശയാലുവായ ഒരു തോമസിനെയാണ്. നാം ഇന്ന് വായിച്ച സുവിശേഷ ഭാഗത്തിന് 2 ഭാഗങ്ങളുണ്ട്. 19 മുതൽ 23 വരെ ഒരു ഭാഗവും 24 മുതൽ 29 വരെ ഒരു ഭാഗവും. ഒന്നാം ഭാഗം യേശുദമ്പരൻ തോമസ് ഇല്ലാതെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭമാണ്. ഈ സന്ദർഭത്തിൽ 4 കാര്യങ്ങൾ പ്രത്യേകമായി കർത്താവ് അവർക്ക് നൽകുന്നു, അല്ലെങ്കിൽ അവരോട് ആവശ്യപ്പെടുന്ന കാണുവാൻ സാധിക്കും. ഒന്നാമത് നൽകുന്നത് അവർക്ക് ദൈവം നൽകുന്ന ഒരു സമാധാനമാണ്. ലോകം തരുന്നൊരു സമാധാനമല്ല, ഉയർത്ത കർത്താവ് നൽകുന്ന ഒരു സമാധാനം. ഇന്ന് മനുഷ്യർക്കില്ലാത്തത് ഈ സമാധാനമാണ്. മനുഷ്യൻ കൊതിക്കുന്നത് ഈ സമാധാനമാണ്. ഇതിനുവേണ്ടി മനുഷ്യൻ ഏറ്റവും കൂടുതൽ പരിശ്രമിക്കുന്നത്. പക്ഷേ മനുഷ്യ ജീവിതത്തിൽ ഈ സമാധാനം അവന് കിട്ടുന്നില്ല. ഓരോ ദിവസവും മനുഷ്യൻ അസമാധാനത്തിൽ കഴിയുന്നു, അസ്വസ്ഥതയിൽ കഴിയുന്നു, നിരാശയിൽ കഴിയുന്നു, പ്രതീക്ഷയില്ലാതെ പ്രത്യാശയില്ലാതെ ജീവിക്കുന്നു. അനേകം മരണങ്ങൾ, ആത്മഹത്യകൾ നടക്കുന്ന കാരണം ഈ പ്രതീക്ഷയില്ലായ്മയാണ്, ഈ സമാധാനമില്ലായ്മയാണ്. ഈ ലോകത്തിലെ ഒന്നിനും ഈ സമാധാനം തരാൻ സാധിക്കത്തില്ല. യേശു ക്രിസ്തുവിന് മാത്രമേ അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ലോകം തരുന്നൊരു സമാധാനമല്ല, ലോകത്തിന് തരാനൊക്കാത്തൊരു സമാധാനം. ഈ ഭൂമിയിലെ ഏതെങ്കിലും ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ നല്ല വസ്ത്രം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നല്ല സമ്മാനങ്ങൾ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നല്ല ജോലി കിട്ടുമ്പോൾ, ധാരാളം പണം കിട്ടുമ്പോൾ, സമ്പത്തിൻ്റെ വർധനവുണ്ടാകുമ്പോഴൊക്കെ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്, ഒരു സംതൃപ്തിയുണ്ട്, ഒരു സമാധാനമുണ്ട്. അതല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. ദൈവം തമ്പുരാൻ നമുക്ക് നൽകുന്ന ഒരു സമാധാനം, ഹൃദയത്തിൻ്റെ ഒരു കുളിർമയുണ്ട്, ഹൃദയത്തിൻ്റെ ഒരു ശുദ്ധിയുണ്ട്. അത് ദൈവത്തിനല്ലാതെ മറ്റാർക്കും നമുക്ക് തരുവാനായിട്ട് സാധിക്കത്തില്ല. ഇതാണ് ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുത്ത ആദ്യത്തെ ഭാഗ്യം. രണ്ടാമത് കർത്താവ് അവരോട് പറഞ്ഞു, അവർക്കൊരു ദൗത്യം കൊടുക്കുകയാണ്. എന്താ കർത്താവ് പറഞ്ഞത്? എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷത്തിന് 16-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ കാണാൻ സാധിക്കും. കർത്താവിന് ലോകം മുഴുവൻ പോകാനാണ് പറഞ്ഞത്, മുഴുവൻ സർവ്വജനതയോടും സുവിശേഷം. ഇതൊരു വലിയ ദൗത്യമാണ്. അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തത് ഈ ഒരു ദൗത്യത്തിന് വേണ്ടിയാണ്, തന്നോടുകൂടി ആയിരിക്കുവാനും സുവിശേഷം പ്രസംഗിക്കുവാനും യേശുവിനെ പ്രസംഗിക്കുവാൻ, യേശുവിന് സാക്ഷികളാകുവാൻ വേണ്ടിയാണ് കർത്താവ് ഇവരെ തിരഞ്ഞെടുത്തത്. പ്രിയ സഹോദരങ്ങളെയും, അത് ഈ 12 പേരുടെ ജോലിയല്ല. ഈ ലോകത്തിലുള്ള എല്ലാ മാമോദിസ മുങ്ങിയവരുടെയും ദൗത്യമാണ്, ഉത്തരവാദിത്വമാണ് യേശുവിന് സാക്ഷികളായിട്ട് ജീവിക്കുവാനായിട്ട്. നമ്മൾ എവിടെയായിരിക്കുന്നു, ഏത് സ്ഥലത്തായിരിക്കുന്നു, ഏത് അവസ്ഥയിലായിരിക്കുന്നു, അവിടെയൊക്കെ നമുക്ക് ക്രിസ്തുവിന് സാക്ഷിയായി തീരുവാൻ സാധിക്കും. നീ ഒരു അപ്പനാണോ, നീ ഒരു അമ്മയാണോ, നീ ഒരു മകനാണോ, നീ ഒരു മകളാണോ, നീ ഒരു അധ്യാപകനാണോ, നീ ഒരു അച്ഛനാണോ, നീ ഒരു സിസ്റ്ററാണോ, നീ ഒരു ഡോക്ടറാണോ, നീ ഒരു നേഴ്സ്, എന്തുമായിക്കൊള്ളട്ടെ, നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിനക്കൊരു സാക്ഷിയായി തീരുവാനായിട്ട് സാധിക്കും. ക്രിസ്തുവിൻ്റെ ഒരു സാക്ഷിയായി തീരുവാൻ, സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഒരു സാക്ഷിയായി തീരുവാൻ, ദൈവം തന്ന വലിയ ഒരു ആശ്വാസത്തിൻ്റെ സാക്ഷിയായി തീരുവാൻ നിനക്ക് സാധിക്കും. ഇതാണ് കർത്താവ് പറയുന്നത്. ഞാൻ കർത്താവ് എന്നെ അയച്ചു, ദൈവം എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുകയാണ്. പിതാവ് പുത്രനെ അയച്ചതുപോലെ ഒരു പുത്രൻ നമ്മളെ ഓരോരുത്തരെയും അയക്കുന്നത്. അപ്പോൾ പുത്രൻ്റെ ദൗത്യം തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. മൂന്നാമത് കർത്താവ് അവരുടെ മേൽ നിശ്വസിച്ചത് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഇതാണ് ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ദാനം, ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ സൗഭാഗ്യം.
തൃത്വത്തിലെ മൂന്നാമനായ പരിശുദ്ധാത്മാവ്, എല്ലാത്തിനെയും പൗത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവ്, എല്ലാത്തിനെയും വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവ്, ഈ പ്രപഞ്ചത്തെ മുഴുവനും കൃപ കൊണ്ട് നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവിനെ അപ്പോസ്തലന്മാർക്ക് നൽകുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമുക്കിത് മാമോദീസായിലൂടെയും മറ്റു കുദാശകളിലൂടെയും നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മളിലെ പരിശുദ്ധാത്മാവ് നിർജീവമാണെന്ന് മാത്രമേ ഉള്ളൂ. ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ കൂടുതൽ ഉദ്ദീപിപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വേലകളിൽ വ്യാപൃതരാകുവാൻ നമുക്ക് സാധിക്കണം. അവൻ്റെ കൃപകളും അവൻ്റെ വരങ്ങളും അവൻ്റെ ദാനങ്ങളും ഒക്കെ നമ്മൾ നിറയുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നാലാമതായിട്ട് കർത്താവ് പറയുകയാണ്, ഈ പരിശുദ്ധാത്മാവ് വഴിയായിട്ട് ദൈവം ഓർക്കുന്നത് ഏറ്റവും വലിയ വേറൊരു അനുഗ്രഹമാണ് ഭൂമിയിലെ പാപങ്ങൾ മോചിക്കാനും ബന്ധിക്കാനുള്ള അധികാരം. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിച്ചാലും അവ മോചിക്കപ്പെടും, ആരുടെ പാപങ്ങൾ ബന്ധിച്ചാലും അവ ബന്ധിക്കപ്പെടും. ഭൂമിയിൽ പാപങ്ങൾ പൊറുക്കുവാനുള്ള പൗരോഹിത്യത്തിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ചാണ് കർത്താവ് ഇവിടെ പ്രതിപാദിക്കുന്നത്. സഭയ്ക്ക് ദൈവം നൽകുന്ന വലിയ അനുഗ്രഹമാണ്, കൃപയാണ് പാപങ്ങൾ മോചിക്കുക. കാരണം പാപം മോചിച്ച് കിട്ടിയവനാണ് ഏറ്റവും ഭാഗ്യവാൻ. അപ്പോൾ ഉയർത്ത കർത്താവ് പ്രത്യക്ഷപ്പെട്ട ഈ അപ്പോസ്തലന്മാർക്ക് നൽകുന്ന 4 അനുഗ്രഹങ്ങളാണ് നാം ആദ്യത്തെ ഭാഗത്ത് കാണുന്നത്. ഒന്നാമത് കർത്താവ് സമാധാനം കൊടുക്കുന്നു, രണ്ടാമതൊരു ദൗത്യം കൊടുക്കുന്നു, 3 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നു, 4 പരിശുദ്ധാത്മാവിന് പ്രവൃത്തിയായ കെട്ടുവാനും അഴിക്കുവാനുള്ള അധികാരം നൽകുന്നു. വീണ്ടും 8 ദിവസങ്ങൾ കഴിഞ്ഞ് യേശു വീണ്ടും അവർക്ക് അതേ സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ തോമസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ തോമസിന് വേണ്ടി മാത്രമാണ് കർത്താവ് ഈ പ്രത്യക്ഷപ്പെടൽ നടത്തുന്നത്. കാരണം അപ്പോസ്തലന്മാരുടെ കർത്താവ് തോമസിനോട് പറഞ്ഞു, ഞങ്ങളുടെ കർത്താവിനെ കണ്ടു. ഉടനെ തോമസ് പറഞ്ഞു, നിങ്ങൾക്ക് കൊള്ളാം, നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം, പക്ഷെ എനിക്കവനെ കാണണം, എനിക്കവനെ തൊടണം, എൻ്റെ കൈവിരൽ അവൻ്റെ വിലാവിൽ വെക്കണം, എങ്കിൽ മാത്രമേ നമ്മൾ വിശ്വസിക്കത്തുള്ളൂ, ഞാൻ വിശ്വസിക്കത്തുള്ളൂ. എല്ലാവരും പറയും ഇതൊരു അവിശ്വാസത്തിൻ്റെ പ്രകടനമാണ്. ഞാൻ പറയും അല്ല, ഇത് വലിയ വിശ്വാസത്തിൻ്റെ പ്രകടനമാണ്. കാരണം ഈ ബാക്കി 10 പേർക്കും ഉണ്ടായതുപോലുള്ള ഒരനുഭവം തനിക്കുമുണ്ടാകണം. അത് അവൻ്റെ അവകാശമാണ്, അവന് ദൈവം കൊടുക്കേണ്ട അനുവാദമാണ്, അനുഗ്രഹമാണ്. കാരണം ഈ 10 പേർക്ക് കിട്ടിയത് അവന് കിട്ടുവാൻ അവൻ യോഗ്യനാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ യോഹന്നാൻ്റെ ലേഖനം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം എടുത്ത് വായിക്കണം. യോഹന്നാൻ്റെ ലേഖനം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം എടുത്ത് വായിക്കണം. 1-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ എന്താ പറയുന്നത്? യോഹന്നാൻ പറയുകയാണ്, ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ തൊട്ടതും ഒക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുകയാണ്. ആദ്യം മുതലുണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെക്കുറിച്ച് ഞങ്ങൾ പറയും. ഈ 10 പേർക്ക് പറയാൻ സാധിക്കുമ്പോൾ തോമസ് കണ്ടില്ലായിരുന്നെങ്കിൽ തോമസ് പറയാൻ സാധിക്കും, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കുറിച്ച് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ അവനെ കണ്ടു, എൻ്റെ കൈ കൊണ്ട് ഞാൻ അവനെ തൊട്ടു, ഞാൻ അവനെ അറിഞ്ഞു, ഞാൻ അവനെ അനുഭവിച്ചു എന്ന് പറയാൻ സാധിക്കുമായിരുന്നു. ഒരിക്കലും പറയാൻ സാധിക്കത്തില്ലായിരുന്നു. തൻ്റെ അവകാശമാണ്. താൻ ലോകത്തിന് നാനാഭാഗത്തേക്കും പോകുമ്പോൾ കർത്താവിനെ പ്രസംഗിക്കണമെങ്കിൽ തൻ്റെ അനുഭവത്തിലൂടെ പറയണം, അറിവിലൂടെ അല്ല, അനുഭവത്തിലൂടെയാണ് നമുക്കൊരു കാര്യം സ്പഷ്ടമായിട്ടും ആധികാരികമായിട്ടും പറയുവാനായിട്ട് സാധിക്കുന്നത്. അത് തോമസിൻ്റെ അവകാശമായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് അവൻ നിർബന്ധം പിടിച്ചൊരു കുട്ടിയെപ്പോൾ നിർബന്ധം പിടിച്ചപ്പോൾ അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവനെ വിളിച്ചു വരുത്തി പറഞ്ഞു, തോമസേ അടുത്തു വരിക, നിന്റെ കൈ കൊണ്ടുവരിക, നിന്റെ വിരൽ കൊണ്ടുവരിക, എൻ്റെ വിലാവിലിടുക, എൻ്റെ കൈമുറിവുകൾ കാണുക, നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറയാൻ കാരണം കർത്താവ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇനി അനേക കോടികൾ കർത്താവിനെ നേരിട്ട് കാണാതെ വിശ്വസിക്കേണ്ടി വരും എന്ന് കർത്താവിന് അറിയാമായിരുന്നു. അവർക്ക് വേണ്ടിയാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്. കാണാതെ വിശ്വസിച്ച ഭാഗ്യം എന്ന് പറയാൻ കാരണം, പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ അടുക്കിലേക്ക് എന്ന തോമസ് കർത്താവിൻ്റെ വിരൽ പിടിച്ച് തൻ്റെ വിരൽ കൊണ്ട് കർത്താവിൻ്റെ മാർബിൾ തൊട്ടു ഒന്നുമില്ല. അവൻ ദൂരെ നിന്ന് വിളിച്ചു പറഞ്ഞു, എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്ന്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനമാണ് തോമസ് നടത്തിയത്. ഈ ലോകത്തിൻ്റെ നാഥനും വരാനിരിക്കുന്ന ലോകത്തിൻ്റെ നാഥനുമായിട്ടാണ് യേശുവിനെ ഞാൻ പ്രഖ്യാപിക്കുന്നത്. ലോകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും നാഥനായിട്ട് തോമസ് അവനെ പ്രഖ്യാപിക്കുന്നു. ഈ തോമസിൻ്റെ മക്കളാണ് നമ്മൾ ഡൗട്ടിങ് തോമസിൻ്റെ മക്കളല്ല, മറിച്ച് വിശ്വാസ തീക്ഷ്ണതയുള്ള, വിശ്വാസ ഉറപ്പുള്ള, കർത്താവിൽ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു തോമസ് ലീഹയുടെ മക്കളാണ് നമ്മളെല്ലാവരും. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തെ അതിൻ്റെ തീക്ഷ്ണതയിൽ മനസ്സിലാക്കുവാനും അതിൽ ജീവിക്കുവാനും ആ കൃപയിൽ എപ്പോഴും ആയിരിക്കുവാനും നമുക്ക് കിട്ടിയ വിശ്വാസം അനേകർക്ക് പങ്കുവച്ചു കൊടുക്കുവാനും നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. ഒരിക്കലും നമ്മുടെ വിശ്വാസം കൈമോശം വരാതിരിക്കുവാനും
നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ വിശ്വാസം. യേശു എന്ന ഏക രക്ഷകനെ അറിയുവാനും, യേശു എന്ന ഏക രക്ഷകനിൽ വിശ്വസിക്കുവാനും, യേശു എന്ന ഏക രക്ഷകനിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് നമ്മുടെ ജീവിതം നിത്യതയ്ക്ക് വേണ്ടി മുൻപോട്ട് കൊണ്ടുപോകാനും തന്ന കൃപയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. ഈ സൗഭാഗ്യത്തിൽ മുൻപോട്ട് പോകുവാൻ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ദൈവവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും അമ്മയെ പരിശുദ്ധ മാതാവും നമുക്കെല്ലാവർക്കും നന്ന് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തിരുനാമത്തിൽ ആമേൻ.